ഇത്രയും ഒരു സമൂഹത്തിൽ മൊത്തം ചർച്ച ചെയ്തു, മീഡിയാസ് എല്ലാം എടുത്തു, പത്രങ്ങളിലൊക്കെ ജനറൽ വാർത്ത, അത് നമുക്കും ഭയങ്കരമായിട്ട് നാണക്കേടുണ്ടായിട്ടുണ്ട്. നമ്മൾ ഡാമേജ് ഉണ്ടായിരുന്നു. നമ്മളൊരു കേസുമായിട്ട് മുന്നോട്ട് പോകും. നമ്മളിപ്പോ അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ടല്ലേ അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് കാര്യം മനസ്സിലായത്. അവർക്ക് എന്തിനാ ഹൈക്കോടതി അല്ല അതെന്തെങ്കിലും ക്ലോസ് ചെയ്തു. അല്ല, ഹൈക്കോടതിയിലെ ക്ലോസ് ചെയ്തു. കാരണം അതാ ഞാൻ പറഞ്ഞത്, ഏതൊരു വക്കീലിന്റെ അടുത്ത് പോയാലും ശരിയായ ഉദ്ദേശത്തിൽ ശരിയായ ഒരു വക്കീലിന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയിൽ വരേണ്ട വിഷയമല്ല. ഇത് കോപ്പിറൈറ്റ് ആണ്, അത് സ്യൂട്ടാണ് അതിന്റെ പ്രോപ്പർ റെമഡി. അത് ലോവർ കോർട്ടിൽ പോയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യണം. അപ്പൊ ഇത് അറിഞ്ഞൂടാത്തോണ്ടല്ലോ വന്നത്. ഈ പറയുന്ന സോക്കോൾഡ് വക്കീലിനും ഇത് അറിയാണ്ടിരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ സാമാന്യം വിവരമുണ്ടെങ്കിൽ അറിയുന്ന കാര്യമാണ്. ഇതൊരു പബ്ലിസിറ്റി, പിന്നെ അവർക്കൊരു പബ്ലിസിറ്റി ആയിരിക്കും, പല കാരണങ്ങളായിരിക്കാം. ഹൈക്കോടതി വന്നു, ഹൈക്കോടതി അത് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്ക് സിനിമ കണ്ടിട്ടും ഇനിയും, കാരണം ഹൈക്കോടതിയിൽ ഇരിക്കല്ലേ സ്ക്രിപ്റ്റ്, ഇത് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ആയിട്ട് റിസംബ്ലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ റെമഡി എടുത്തോന്ന് പറഞ്ഞിട്ട് അവർക്ക് ലോവർ കോർട്ടിൽ പോകാം. ജെനുവിൻ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണെങ്കിൽ അവർ പോട്ടെ, അവരൊരു സ്യൂട്ട് ഫയൽ ചെയ്യട്ടെ. സ്യൂട്ട് അങ്ങനെ ചുമ്മാ ഫയൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ശാന്തിക്ക് വിരോധക്കാരുണ്ടോ കോടതിയിൽ? ഇല്ല, എനിക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ എനിക്ക് വിരോധികളില്ല. ജോലി ചെയ്യാത്തവരുണ്ടോന്ന് എനിക്കറിയില്ല. ശാന്തിക്കെതിരെ ഇതിന്റെ ഇടയിൽ ഒരു അഡ്വക്കേറ്റ് സ്ത്രീ മോശമായ രീതിയിലൊരു ഞാൻ കേട്ടു, സംഗീത ലക്ഷ്മണനാണോ, ഭയങ്കരമായിട്ട് മോശമായ രീതിയിൽ, വളരെ മോശമായ നിലയിലാണ്. ഞാനെല്ലാം ആ കുറിപ്പ് വായിച്ചാണ്. അത് ബാർ അസോസിയേഷന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള വാർത്ത, ബാർ കൗൺസിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്താണെന്ന് പിന്നീട് ചിന്തിച്ചു. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഞാനും ചോദിച്ചു, ഇത് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, അവര് അറിയത്ത് പോലുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലെ എന്നിട്ട് പുള്ളിക്കാരത്തെ ഇരുവും പലരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് പുള്ളിയുടെ ഞാനൊന്നും എന്നെ ഒന്നും അഫക്ട് ചെയ്യുന്നില്ല, ഞാൻ എന്നെ കുറിച്ച് ലീസ് ബോധേഡ്, ഞാൻ എന്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. പുള്ളി അതിനെ ഷീസ് നോട്ട് ഈവൻ ബോധേഡ്. പക്ഷേ പുള്ളി അത് മൈൻഡ് അല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കുറിച്ച് ഹൈദറിനെ കുറിച്ച് പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലര് ഉള്ളിൽ വെക്കും, ചിലത് അത് വേറെ രീതിയിൽ പ്രകടിപ്പിക്കും, ചിലർ വേറെ പല കളികൾ കളിക്കും, ചിലർ ഓപ്പൺ ആയിട്ട് എഴുതും. നമ്മൾ ഇതിനൊക്കെ മറുപടി പറയാൻ പോയാൽ നമ്മൾ ഈ പറഞ്ഞ ആ നെഗറ്റീവ് തോട്ട്സ് എടുത്ത് തലേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ സമയം കാണുള്ളൂ. നമ്മളിത് ഇങ്ങനെ അങ്ങ് പോകും, സൈഡിൽ കൂടെ ഇങ്ങനെ പലതും ഉണ്ടാവും, അത് ആ സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അഫക്റ്റഡ് ആകാതെ ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നത് എന്നറിയോ, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ ഫോക്കസ്ഡ് ആണ് നമ്മുടെ ലൈഫിൽ, നമ്മൾ പോകും, അത് സൈഡിൽ കൂടെ ഇങ്ങനെ തട്ടിത്തെറിച്ചങ്ങ് പൊക്കോളും. നേരില് സാറെ കണ്ടില്ലേ, സാറ എന്താ ചെയ്തത്? സാറ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടില്ല. സാറ എത്രയോ തരണം ചെയ്തിട്ട് കമ്പോസ്റ്റ് ആയിട്ടിരുന്ന് സാറയുടെ നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ ആ സാറയെ പോർട്രേ ചെയ്യുന്ന ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ തന്നെയല്ലേ. അപ്പൊ എന്റെ മുന്നിൽ എന്നെ ആരെങ്കിലും വന്നിരുന്ന മുന്നിൽ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ ചിരിക്കുന്ന ഒരാളാണ്. കാരണം എന്നെ അത് അഫക്ട് ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ദൈവമാണ് ഓരോരുത്തരും ഓരോ സാഹചര്യത്തിലാക്കുന്നത്. അങ്ങനെ ഒരു മോശം സാഹചര്യം ഒരാൾക്ക് ഉണ്ടാവുന്നുണ്ടാണ്. നമ്മൾ പറയാറില്ലേ, സാഹചര്യം മനുഷ്യനെ ക്രിമിനൽ ആക്കുന്നു. ക്രിമിനൽ മാത്രമല്ല, വളരെ മോശമായിട്ടായിട്ട് ഇവരുടെ ചിന്തകൾ, അതവരുടെ സാഹചര്യമാണ്. ഒരു വ്യക്തി എന്നെ ഈ സാഹചര്യത്തിൽ ജനിപ്പിച്ചതും വളർത്തിയതും എന്നെ ഇങ്ങനെ ആക്കിയതും അതേ ദൈവം തന്നെയാണ് വേറെ മറ്റൊരാളെ ആ മോശം സാഹചര്യത്തിലാക്കുന്നത്. അപ്പൊ ആ സാഹചര്യം ആർക്കും ഉണ്ടാകരുതെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സാഹചര്യങ്ങൾ എല്ലാവരുടെയും നന്നായിരുന്നു കഴിഞ്ഞാൽ ആരും മോശക്കാരൊന്നും ആകില്ല. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, India's #1 language academy.